അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുന്ന എല്ലാത്തിൽ നിന്നും സുരക്ഷിതമായ ഒരു കൽബ്. ആ കൽബുള്ള ഒരുത്തൻ ദുനിയാവിൽ സ്വർഗത്തിലായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാ വദ്ദവാ എന്ന കിതാബിൽ നമുക്കറിയാം, കിതാബിന്റെ തുടക്കം നാം പറഞ്ഞു, ഒരു വ്യക്തി അവനകപ്പെട്ടു പോയിട്ടുള്ള ഒരു തിന്മ അതവന് ദീനും ദുനിയാവും നശിപ്പിക്കും എന്നവൻ അറിഞ്ഞിട്ടും അതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കാത്ത, അതിൽ വീണുപോകുമ്പോൾ അതിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചതിന്റെ ഫലമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടതിനുള്ള ഉത്തരവും മറുപടിയുമാണ് ഈ കിതാബ്. അതിൽ തുടക്കത്തിൽ അതിനുള്ള ഏറ്റവും നല്ല പരിഹാരങ്ങൾ പറഞ്ഞു, എന്നിട്ട് തിന്മയുടെ അനന്തരഫലങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദർസിൽ നാം അവസാനിപ്പിച്ചത് ശർഈ ആയിട്ടുള്ള തിന്മക്ക് അല്ലാഹു തആല ശരീഅത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷകളും, അതിനു പുറമെ ഇനി അത് ലഭിച്ചിട്ടില്ല എങ്കിൽ, അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഖദരിയായിട്ട് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളുമാണ്. അത് ഖൽബിനും ശരീരത്തിനും ബാധിക്കുമെന്നും അത് ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും ഉണ്ടാകുമെന്നും പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വ്യക്തിയോട്, ചോദ്യം ചോദിച്ച വ്യക്തിയോടായിട്ട് തന്നെ പറയാണ്, ഫസ്തഹ്ദിർ ബഅദൽ ഉഖൂബാതി അല്ലതി റത്തബഹ അല്ലാഹു അലൽ ദുനൂബ്. ഈ തിന്മകൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള ശിക്ഷകൾ അത് നീ വീണ്ടും വീണ്ടും അത് നീ ആലോചിക്കണം, നീ നിന്റെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കണം. വജവ്വിസ് വുസൂല ബഅദിഹാ ഇലൈക്, അത് നിനക്ക് വരുന്ന അവസ്ഥയും നീ പരിഗണിക്കണം, ചിന്തിക്കണം. വജഅൽ ദാലിക ദാഇയൻ ലിന്നഫ്സി ഇലാ ഹജ്റാനിഹാ, ആ തിന്മകൾ ഒഴിവാക്കാൻ ഒരു പ്രേരണയായിട്ട് ഈ അനന്തരഫലങ്ങളെ കുറിച്ചിട്ടുള്ള ഭയം നിനക്കൊരു കാരണമാകണം. വഅനാ അസൂഖു ലക മിൻഹാ ത്വറഫൻ യക്ഫിൽ ആഖില മഅ തസ്ദീഖ് ബിബഅദിഹി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കിക്കൊണ്ട് ഒന്നുകൂടി നിനക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഈ തിന്മയുടെ ദോഷങ്ങളും അനന്തരഫലങ്ങളും. ഫമിൻഹ, അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതിനെ ഒന്നുകൂടി ചുരുക്കി ഓർമ്മപ്പെടുത്തുക. അൽ ഖാത്മു അലൽ ഖുലൂബി വൽ അസ്മാഅ് വൽ ഗശാവതു അൽ അബ്സാർ വൽ ഇഖ്ഫാലു അലൽ ഖുലൂബ്, തിന്മ കൊണ്ട് നിനക്കുണ്ടാകുന്നതാണ് നിന്റെ കൽബിനും നിന്റെ കാതുകൾക്കും അത് മൂടിയിടപ്പെടും. നിന്റെ കണ്ണുകൾക്ക് ഹക്ക് ബോധ്യപ്പെടാതെ അന്ധത ബാധിക്കും. നിന്റെ കൽബുകളെ പൂട്ടിട്ടുപെടുന്ന അവസ്ഥ ഉണ്ടാവും, ചിന്തിക്കാൻ സാധിക്കാത്ത. വജഅലുൽ അകിന്നത അലൈഹ, കൽബിന് മൂടിയിട്ട അവസ്ഥയായിരിക്കും. വറൈനു അലൈഹ വത്തബ്, അതിന് കറുത്ത അടയാളവും അത് മുദ്ര വെക്കപ്പെട്ട അവസ്ഥയിലുമാകും. വതഖ്ലീബുൽ അഫ്ഇദതി വൽ അബ്സാർ, അങ്ങനെ ചിന്തിക്കാനും ഉൾക്കാഴ്ചയും ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് മാറും, അത് നിനക്കുണ്ടാവില്ല. വഹൈലൂലതു ബൈനൽ മർഇ വഖൽബിഹി, ഒരാളുടെയും അവന്റെ കൽബിന്റെയും ഇടയിൽ അള്ളാഹു മറയിടുന്ന അവസ്ഥയുണ്ടാവും. ഇതെല്ലാം ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകളും അതിന്റെ ആശയം ഒരു വേറെ വാക്കുകളിൽ കൊടുത്തു എന്ന് മാത്രമാണ്. ഇതൊക്കെ ആയത്തുകളിലൂടെ വന്നിട്ടുള്ള കാര്യമാണ്. വഇഗ്ഫാലുൽ ഖൽബി അൻ ദിക്രിർ റബ്ബ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് കൽബ് അശ്രദ്ധമായി പോകും. വഇൻസാഉൽ ഇൻസാനി നഫ്സ, ഒരു മനുഷ്യൻ അവന്റെ സ്വന്തത്തെ മറക്കും, അഥവാ സ്വന്തത്തിനുള്ള നന്മകൾ മറന്നുപോകും. വതർക്കു ഇറാദത്തുല്ലാഹി തത്ഹീറൽ ഖൽബ്, നമ്മുടെ കൽബിനെ, ഒരുത്തന്റെ കൽബിനെ ശുദ്ധീകരിക്കാനുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശം നീങ്ങും, അള്ളാഹു ശുദ്ധീകരിക്കുകയില്ല. വജഅലു സദ്രി ളീഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തേക്ക് ഉയരുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്നത് പോലെ അവന്റെ നെഞ്ചിൽ ഞെരുക്കവും ഇടുക്കവും അനുഭവിക്കേണ്ടി വരും. വസ്വർഫുൽ ഖുലൂബി അനിൽ ഹഖ്, ഹഖിൽ നിന്ന് അവന്റെ കൽബ് തെറ്റും. വസിയാദതുഹാ മർളൻ അലാ മർളിഹാ വഇർകാസുഹാ വനക്സിഹാ ബിഹൈസു തബ്ഖാ മൻകൂസതൻ, അവന്റെ കൽബ് വീണ്ടും വീണ്ടും രോഗം ബാധിക്കുകയും അത് തലതിരിഞ്ഞ അവസ്ഥയിലായിരിക്കും. കമാ ദക്കറൽ ഇമാം അഹ്മദ് അൻ ഹുദൈഫത ഇബ്നുൽ യമാൻ, ഇമാം അഹ്മദ് ഹുദൈഫത്തുൽ യമാനിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസർ കൊടുക്കുകയാണ്. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഖുലൂബ് അർബഅതുൻ, കൽബ് നാല് അവസ്ഥയിലാണ് കൽബുകൾ ഉണ്ടാവുക. ഫഖൽബുൻ അജ്റദു ഫീഹി സിറാജുൻ യുസ്ഹിർ, തിളങ്ങുന്ന പ്രകാശമുള്ള വിളക്കുള്ള ഒരു കൽബ്. ഫദാലിക ഖൽബുൽ മുഅ്മിൻ, അത് മുഅ്മിന്റെ കൽബാണ്. വഖൽബുൻ അഗ്ലഫ്,
പൂട്ടിയിട്ടപ്പെട്ട കൽബ്, ഫദാലിക ഖൽബുൽ കാഫിർ, അത് കാഫിറിന്റെ കൽബാണ്. വഖൽബുൻ മൻകൂസുൻ, തലതിരിഞ്ഞതായ കൽബ്, ഫദാലിക ഖൽബുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ കൽബാണ്. വഖൽബുൻ തമുദ്ദുഹു മാദതാൻ, രണ്ടവസ്ഥയിലായി നിൽക്കുന്ന കൽബ്. വമാദത്തുൻ ഈമാൻ വമാദത്തുൻ നിഫാഖ്, ചിലപ്പോൾ ഈമാനിന്റെ അവസ്ഥയിലായിരിക്കും, ചിലപ്പോൾ കപടതയുടെ അവസ്ഥയിലായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിൽക്കുന്ന ഒരു കൽബ്. വഹുവ ലിമാ ഗലബ അലൈഹി മിൻഹുമാ, അതിലേതാണ് കൂടുതൽ ആ അവസ്ഥയിലാകും. അതായത് കൽബിനെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥ പാപങ്ങൾ കൊണ്ടുണ്ടാകും. രണ്ടാമത്തേത് അത്തസ്ബീതു അനിത്താഅ വൽ ഇഖ്ആദു അൻഹാ, നന്മയിൽ മുന്നേറാൻ സാധിക്കാതെ വരും, അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയാതെ വരും, അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകാതെ വരും. ഒരു നന്മ ചെയ്യാൻ അവൻ ആഗ്രഹിച്ചാൽ പോലും അവന് ചെയ്യാൻ സാധിക്കില്ല, ആ സമയം നീങ്ങിപ്പോകും, അവന് നന്മ ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലാതായി പോകും. വമിൻഹ, അതിൽപ്പെട്ടതാണ് ജഅലുൽ ഖൽബി അസമ്മ ലാ യസ്മഉൽ ഹഖ്, അവന്റെ കൽബിനെ കേൾവിയില്ലാത്ത, ഹക്ക് കേൾക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാക്കും. അബ്കമ ലാ യൻതിഖു ബിഹി, ഹക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അവന് സംസാരശേഷി ഇല്ലാത്തവനാവും. അഅ്മാ ലാ യറാഹു, കാണാൻ പറ്റാത്ത രീതിയിൽ അന്ധയാവും, അന്ധത ബാധിക്കും കൽബിന്. ഫതസീറു النسبة بين القلب وبين الحق الذي لا ينفع غيره كالنسبة بين الأذن الأصم والأصوات وعين الأعباء والألوان ولسان الأخرس والكلام. അഥവാ അവന്റെ കൽബിന്റെ കാഴ്ച കൊണ്ട് നിറങ്ങളെ കാണാനോ, അവന്റെ കേൾവി കൊണ്ട് ശബ്ദങ്ങളെ കേൾക്കാനോ, അവന്റെ നാവ് കൊണ്ട് സംസാരിക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ അവൻ നീങ്ങും. എങ്ങനെയാണ് കൽബിന്റെ കേൾവിയും കാഴ്ചയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇബ്നുൽ ഖയ്യിം പറയാണ്, വബിഹാദാ യുഅലമു അന്നൽ അമാ വസ്സമം വൽബുക്മ ലിൽഖൽബി ബിദ്ദാതി വൽഹഖീഖ, കൽബിന്റെ ഈ അന്ധത അല്ലെങ്കിൽ കേൾവി നഷ്ടപ്പെടുക, അതിനൊരു യഥാർത്ഥ ഭാഷ ഉണ്ട്. അതെങ്ങനെയാണ്? വലിൽ ജവാരി ബിൽ അർളി വത്തബിഇയ, അവയവങ്ങൾക്കുള്ള പോലെ തന്നെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതി ഫിസ്സുദൂർ, സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞതാണ്. അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, അവരുടെ നെഞ്ചിനകത്തുള്ള കൽബുകൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്. അതായത് കൽബിനൊരു കാഴ്ചയുണ്ട്, ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത്. അതിന് ഉൾക്കാഴ്ച എന്നോ ബസീറത്ത് എന്നോ ഫിറാസത്ത് എന്നോ ഏതൊരു പദം കൊണ്ട് പറഞ്ഞാലും ആ ഒരു കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഉദ്ദേശം, ഇത് യഥാർത്ഥത്തിലുള്ള കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുന്നതല്ല, കൽബ് കൊണ്ട് അവൻ മനസ്സിലാക്കേണ്ട കാര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ഈ രീതിയിൽ പല ഹദീസുകളും കാണാം. അതായത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന വശം എന്താണെന്നുള്ളത് വേറെ ഹദീസ് ഇബ്നുൽ ഖയ്യിം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ വലാകിന്നഹു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ശക്തൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്നവനോ അല്ലെങ്കിൽ മറ്റൊരാളെ അതിജയിക്കുന്നവനോ അല്ല, പക്ഷേ അവന്റെ കോപത്തെ പിടിച്ചിർത്തുന്നവനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ശക്തി എന്ന് പറഞ്ഞാൽ വേറെ ആളെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യഥാർത്ഥത്തിലാണ് കോപത്തെ പിടിച്ചിർത്താനുള്ള ശക്തിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മിസ്കീനു ബിത്തവാഫി അല്ലദീ തറുദ്ദുഹു ലുഖ്മതു വല്ലുഖ്മതാൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആളുകളോടൊക്കെ പോയി ചോദിച്ചിട്ട് ഒന്നോ രണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ആളല്ല. വലാകിന്നൽ മിസ്കീൻ, യഥാർത്ഥ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യസ്അലുൻ നാസ്, അവൻ ജനങ്ങളോട് ചോദിക്കില്ല. വലാ യുഫ്തനു ലഹു ഫയുതസദ്ദഖ അലൈഹി, അവനെ കണ്ടാൽ ഒരു മിസ്കീനാന്ന് ആളുകൾക്ക് തോന്നൂല, അവന് സ്വതക്ക കൊടുക്കാനും തോന്നൂല. മിസ്കീനാന്ന് മനസ്സിലായിട്ട് സ്വതക്ക കൊടുക്കാൻ തോന്നുമല്ലോ, ആ ഒരു അവസ്ഥ ഉണ്ടാവൂല. ഒരു ഖനിയായിട്ട് നടക്കുകയായിരിക്കും ആൾക്കാരുടെ ഇടയിൽ, പക്ഷെ യഥാർത്ഥത്തിൽ അവൻ മിസ്കീനായിരിക്കും. അതാണ് യഥാർത്ഥ മിസ്കീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഹഖീഖത്തുള്ള വശമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പാപങ്ങൾ കാരണത്താൽ ഖൽബിന്റെ കേൾവിയും കാഴ്ചയും എല്ലാം നഷ്ടപ്പെടും. വമിൻഹ, അതുപോലെ തന്നെ അൽ ഖസ്ഫു ബിൽ ഖൽബി കമാ യുഖ്സഫു ബിൽ മകാനി വമാ ഫീഹി, ഒരു ഭൂമി അതിലുള്ള കാര്യങ്ങളുമായിട്ട് ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നത് പോലെ, ഒരു ഗർത്തമുണ്ടായി പോകുന്നത് പോലെ കൽബും താഴ്ന്നു പോകും, ഏറ്റവും നിന്ദ്യമായ കാര്യങ്ങളിലേക്ക് വീണു പോകും, ഏറ്റവും നിന്ദ്യമായ കാര്യങ്ങളിലേക്ക് വീണു പോകും. യഥാർത്ഥത്തിൽ കൽബ് എന്താണ്? അള്ളാഹുവിന്റെ മഅരിഫത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടും അള്ളാഹുമായിട്ട് അടുത്തിരിക്കേണ്ടതാണ്. എന്നാൽ തിന്മകൾ കാരണത്താൽ അവൻ ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് വീണുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഉത്തമമായ സ്വഭാവമോ നന്മകളോ ഗുണങ്ങളോ ഒന്നുമില്ലാത്ത സലഫുകൾ പറയാറുണ്ട്, ഇന്ന ഹാദിഹിൽ ഖുലൂബ ജവ്വാലത്തുൻ, കൽബുകൾ എന്ന് പറഞ്ഞാൽ എന്തിന്റെയെങ്കിലും ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കാര്യം പോലെയാണ്. ഫമിൻഹാ മാ യജൂൽ ഹൗലൽ അർശ്, അതിൽ ചില കൽബുകളുണ്ട് അർശിനു ചുറ്റും കറങ്ങി നടക്കുന്നവർ. അവർ ശരീരം കൊണ്ട് ദുനിയാവിലായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടെല്ലാം അർശിനു ചുറ്റുമായിരിക്കും അത് കറങ്ങുന്നുണ്ടാവുക. വമിൻഹാ മാ യജൂലു ഹൗലൽ ഹുശ്, എന്നാൽ മറ്റു ചിലരുന്നത്
ഈ കാഷ്ടങ്ങളുടെ ചുറ്റും കറങ്ങി നടക്കുന്ന കൽബുകൾ, അഥവാ ഏറ്റവും മ്ലേച്ഛമായ താഴ്ന്ന കാര്യങ്ങളുടെ ചുറ്റും കറങ്ങുന്ന കൽബുകളും അതിലുണ്ട് എന്ന് സലഫുകൾ പറയാറുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അടുക്കാനും ആ അവസരം നഷ്ടപ്പെടും. മറ്റൊന്ന് മസ്ഖുൽ ഖൽബ്, കൽബിന്റെ കോലം തന്നെ മാറിപ്പോകും, കൽബിന്റെ രൂപം തന്നെ മാറിപ്പോകും. ഫയുംസഖു കമാ തുംസഖു സൂറ, ഒരാളുടെ ഒരു രൂപം മാറുന്നത് പോലെ കൽബിന്റെ രൂപം മാറും. ഫയസീറുൽ ഖൽബു അലാ ഖൽബിൽ ഹയവാനി അല്ലദീ ശാബഹഹു ഫീ അഖ്ലാഖിഹി വഅമാലിഹി വതബീഅതിഹി, കൽബ് എന്താവും? അവൻ ചെയ്ത പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മൃഗങ്ങളോട് സാമ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഏതെങ്കിലും മൃഗങ്ങൾ അതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൃഗങ്ങളോട് സാദൃശ്യപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാവുക. ഫമിനൽ ഖുലൂബി മാ യുംസഖു അലാ ഖുൽഖി ഹിൻസീരിൻ ലിശിദ്ദതി ശബ്ഹി സാഹിബിഹി ബിഹി, ചില ആളുടെ കൽബ് പന്നിയുടെ കൽബ് പോലെയാകും അവരോടുള്ള പ്രവർത്തനം കൊണ്ടുള്ള സാമ്യത കൊണ്ട്. മാ യുംസഖു അലാ ഖുൽഖി ഖൽബി കൽബിൻ ഔ ഹിമാരിൻ ഔ ഹയ്യത്തിൻ ഔ അഖറബിൻ ഔ ഗൈറ സാലിക്, ചിലര് നായ്ക്കളുടെ പോലെ, ചിലർ കഴുതകളുടെ പോലെ, ചിലർ പാമ്പിന്റെ പോലെ, അങ്ങനെ ഏതെങ്കിലും വേറൊരു ജീവിയുടെ അവസ്ഥയിൽ കോലത്തിലായിട്ട് അവരുടെ ഖൽബ് മാറും. വഹാദാ തഅ്വീലു സുഫ്യാൻ ഇബ്നു ഉയൈന ഫീ ഖൗലിഹി തആല, ഈ ആശയം സുഫ്യാൻ ഇബ്നു ഉയൈന അയിമ്മത്തുകളിൽപ്പെട്ട ഇമാമാണ്. അദ്ദേഹം സൂറത്തുൽ അൻആമിലെ 38ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ അർത്ഥം പറഞ്ഞത് കാണാം. ഏതാണ് ആയത്ത്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും, ഭൂമിയിൽ ഒരു ജീവിയുമില്ല, അല്ലെങ്കിൽ പറക്കുന്ന കിളികളുമില്ല നിങ്ങളെ പോലെ ഒരു ഉമ്മത്തായിട്ട്. അവരും ഏതുപോലെയാണ്? മനുഷ്യരെ പോലെയാണ്. മനുഷ്യരെ പോലെ ഓരോ ഉമ്മത്ത് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട്. മനുഷ്യർക്കുള്ള ഒരു സിസ്റ്റം പോലെ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. അതുപോലെയാണ് അവരും ജീവിക്കുന്നത്. അപ്പൊ എന്താവും? മനുഷ്യൻ അവൻ ചെയ്യുന്ന തിന്മകൾ ചിലപ്പോ വൈകാരികമായ അക്രമ സ്വഭാവമായിരിക്കാം. അപ്പൊ അവന്റെ കൽബ് അങ്ങനെയുള്ള മൃഗങ്ങളെ പോലെ ആയിരിക്കും. ചിലർ മ്ലേച്ഛമായത് ചെയ്യുന്ന പന്നികളെ പോലെയുള്ളതായിരിക്കാം. അപ്പൊ അവന്റെ കൽബ് അതിനോട് സാദൃശ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഏതാണോ അവൻ ചെയ്യുന്നത് അതുപോലെ അവന്റെ കൽബ് മാറിക്കൊണ്ടേയിരിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. നല്ല രീതിയിലാവും. ചിലര് പ്രാവിന്റെ കൽബ് പോലെ ആളുകളേറ്റ് ഏറ്റവും അടുക്കുന്ന, ചിലർ ആടിന്റെ കൽബ് പോലെ നല്ല ക്ഷമയുള്ള ആ രീതിയിലാകുന്ന അവസ്ഥയുണ്ടാകും. അതായത് കൽബിന് ഇതുപോലെയുള്ള അവസ്ഥകളിൽ മോശപ്പെട്ട അവസ്ഥയിൽ മാറുന്നതാണ്. എന്നിട്ട് പറയാണ് വഖദ് ശബ്ബഹല്ലാഹു തആല അഹ്ലൽ ജഹ്ലി വൽ ഗയ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹലിന്റെയും തെമ്മാടിത്തരത്തിന്റെയും ആളുകളെ സാമ്യതപ്പെടുത്തിയത് എന്ത് പറഞ്ഞിട്ടാണ്? ബിൽ ഹുംരി താറത്തൻ, ചിലപ്പോൾ കഴുതയോട് സാമ്യതപ്പെടുത്തിയിട്ടുണ്ട്. വബിൽ കൽബി താറത്തൻ, ചിലപ്പോൾ നായയോട്. വബിൽ അൻആമി താറത്തൻ, ചിലപ്പോൾ മറ്റ് ജന്തുജീവജാലങ്ങളോട്. വതഖ്വ ഹാദിഹിൽ മുശാബഹതു ബാത്തിന ഹത്താ തദ്ഹറ ഫീ സൂറത്തി അല്ലാഹി റബൂഹുറൻ ഖഫിയൻ യറാഹുൽ മുതഫർരിസൂൻ, അവന്റെ ബാഹ്യമായിട്ട് തന്നെ രൂപം അങ്ങനെ മാറും. ചിലപ്പോൾ അവന്റെ ആ തിന്മകളുടെ ആധിക്യം കാരണത്താൽ അവന്റെ ബാഹ്യമായിട്ടുള്ള കോലം തന്നെ ആ മൃഗങ്ങളോട് സാദൃശ്യപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. കഴുതയുടെയോ നായയുടെയോ പന്നിയുടെയോ പോലെ. ആർക്കത് മനസ്സിലാവുള്ളൂ? യറാഹുൽ മുതഫർരിസൂൻ, ഫിറാസത്തുള്ള ആളുകൾ. ഫിറാസത്ത് എന്ന് പറഞ്ഞാൽ ചില മുഅ്മിനീങ്ങൾക്ക് തഖ്വയുടെ ആധിക്യത്തിൽ, അവന്റെ തഖ്വയുടെയും ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ചില മുഅ്മിനീങ്ങളുടെ കൽബിന് ഇട്ടുകൊടുക്കുന്ന നൂറാണ്. ഇതിന്റെ അവസാനത്തിൽ വരുന്നുണ്ട് ഫിറാസത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കേ അത് മനസ്സിലാവുള്ളൂ. ഇവൻ ഇങ്ങനത്തെ ഒരു കോലത്തിലാണ് അവനെ കാണാൻ അവർക്കാണ് മനസ്സിലാവുക. അവന്റെ കർമ്മങ്ങളൊക്കെ ബാഹ്യമായിട്ട് അതുപോലെയുള്ള കോലത്തിലായിരിക്കും. ഇനി എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാഹ്യമായിട്ടുള്ള കോലം തന്നെ അള്ളാഹു മാറ്റിക്കളയും. നമുക്കറിയാം ജൂതന്മാർ പിന്നെ കുരങ്ങന്മാരുടെയും പന്നികളുടെയും എല്ലാം കോലത്തിലേക്ക് മാറിപ്പോയ ചരിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അപ്പൊ തിന്മകൾ കാരണത്താൽ ആ അവസ്ഥയിലാവും എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്നുൽ ഖയ്യിം പറയാണ് കം മിൻ ഖൽബിൻ മൻകൂസിൻ വസാഹിബുഹു ലാ യശ്ഉർ, എത്ര ആളുകളാണ് അവന്റെ കൽബ് തലതിരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ അവനത് അറിയുന്നില്ല. വഖൽബിൻ മംസൂഖിൻ വഖൽബിൻ മഖ്സൂഫിൻ ബിഹി, അവന്റെ കൽബിന്റെ കോലം മാറിപ്പോയിട്ടുണ്ട്. കൽബ് ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അവൻ അറിയുന്നില്ല. വകം മിൻ മഫ്തൂനിൻ ബിസനാഇൻ നാസി അലൈഹി, എത്ര ആളുകളാണ് ഫിത്നയിൽ അകപ്പെട്ടിട്ടുള്ളത്. ആളുകൾ അവനെ പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നുണ്ടാവും, പുകഴ്ത്തി പറയുന്നുണ്ടാവും, നല്ല ആളാണ് ഇതാണ് പറയുന്നുണ്ടാവും. അത് കേട്ടിട്ട് അവൻ അതിൽ ഫിത്നയിൽ അകപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അവൻ ഏറ്റവും നിന്ദ്യതയിലായിരിക്കും. വമഗ്റൂരിൻ ബിസിത്രില്ലാഹി അലൈഹി, അള്ളാഹു അവന്റെ തിന്മകൾ മറച്ചു വെച്ചു എന്നതുകൊണ്ട് കബളിപ്പിക്കപ്പെട്ട എത്ര ആളുകളുണ്ട്. അവൻ വിചാരിച്ചിട്ടുണ്ടാവും ആളുകളുടെ മുമ്പിൽ ഞാൻ മാന്യാണല്ലോ, അള്ളാഹ് ഒന്നും പുറത്തറിയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വഞ്ചിക്കപ്പെട്ട എത്ര ആളുകളുണ്ട്.
അള്ളാഹു അവന്റെ മേലെ നിഅമത്ത് ചൊരിഞ്ഞിട്ട് ഇസ്തിദ്റാജിലായിരിക്കും, അവനെ പിടികൂടാനായിരിക്കും നിഅമത്ത് ചൊരിയുന്നുണ്ടാവുക. പക്ഷെ അവൻ വിചാരിക്കും അള്ളാഹ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്, അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ തരുന്നത് എന്ന നിലക്ക് അവൻ ജീവിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട്. എന്നാൽ ഇതെല്ലാം അവനുള്ള ശിക്ഷയും നിന്ദ്യതയുമാണ്. ബുദ്ധിയില്ലാത്ത വിചാരിച്ചു ഇതൊക്കെ കറാമത്താണ്. അവന്റെ കാര്യമൊക്കെ എളുപ്പമായി നടക്കായിരിക്കും, അവന് കുറെ അനുഗ്രഹം ഉണ്ടാവും, നല്ല സമ്പത്ത്, കച്ചവടമൊക്കെ ഭയങ്കര ലാഭം, നല്ല സന്താനങ്ങൾ എല്ലാം നടക്കുന്നുണ്ടാവും. പക്ഷെ അവൻ ചെയ്ത തിന്മകള് അള്ളാഹ് മറച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് അവൻ വിചാരിക്കും ഒക്കെ പുറത്തു കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ അവൻ ജാഹിലായതുകൊണ്ട് അവൻ അതങ്ങനെ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. അടുത്തൊരു അപകടം പറയാണ് മക്റുല്ലാഹി ബിൽ മാക്കിർ. തന്ത്രം ഉപയോഗിച്ച് അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കുന്ന ആളുകളോട് അള്ളാഹു തിരിച്ചും തന്ത്രം ഉപയോഗിക്കും. അള്ളാഹുവിനെ ചതിക്കാൻ നോക്കിയാൽ അള്ളാഹുവിൽ നിന്നും തിരിച്ചു അതുപോലെ ഉണ്ടാവും. അള്ളാഹുവിനെ കളിയാക്കാൻ നോക്കിയാൽ അള്ളാഹും അതുപോലെ തന്നെ തിരിച്ചു ചെയ്യും. അവന്റെ കൽബ് ഹക്കിൽ നിന്ന് തെറ്റിച്ചു കളയും. അവനറിയാതെ സൈഗ് സംഭവിക്കും. സൈഗ് എന്ന് പറഞ്ഞാല് ചില പണ്ഡിതന്മാർ അതിനൊരു ഉദാഹരണം പറഞ്ഞത് ഭയങ്കര രസമാണ്. ഇപ്പൊ ഒരു മരുഭൂമി വിചാരിക്കുക, അതിലൂടെ ഒരാൾ ഒരു വടി കൊണ്ട് ഇങ്ങനെ വര വരച്ചു പോയി വിചാരിക്കുക. അപ്പൊ അവൻ വിചാരിക്കും ഞാൻ നേരെയുള്ള വരയാണ് വരക്കുന്നത്, നേരെ ഒരു വരയാണ് വരക്കുന്നത് വിചാരിക്കും. പക്ഷെ പുറത്ത് നോക്കുന്ന ആൾക്ക് അറിയുള്ളൂ അത് വളഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആയിരിക്കും ഇസാഖത്തുൽ ഖൽബ് ഉണ്ടാവും. അവൻ വിചാരിക്കും ഞാൻ നേരെയാണ്, നല്ല അവസ്ഥയിലാണ്, പക്ഷെ അവൻ എപ്പോഴേ പിഴച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ അവന്റെ തല തിരിഞ്ഞിട്ട് ബാത്തിൽ ഹക്കായി തോന്നും, വൽ ഹഖ ബാത്തിലൻ, ഹക്ക് ബാത്തിലായി തോന്നും, വൽ മഅറൂഫ മുൻകറൻ വൽ മുൻകർ മഅറൂഫൻ, നന്മ തിന്മയായി തോന്നും, തിന്മ നന്മയായി തോന്നും. വയുഫ്സിദു വയറാ അന്നഹു യുസ്ലിഹ്, അവൻ ആകെ ഫസാദായും ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവൻ വിചാരിക്കാൻ നല്ല ആളാണ്. വയസുദ്ദു അൻ സബീലില്ലാഹി വഹുവ യറാ അന്നഹു യദ്ഉ ഇലൈഹ, അവൻ ശരിക്കും വിചാരിക്കുന്നവൻ അള്ളാന്റെ മാർഗ്ഗത്തിൽ ക്ഷണിക്കാന്നായിരിക്കും, പക്ഷെ അവൻ അള്ളാന്റെ മാർഗ്ഗം തടയായിരിക്കും. വയസ്തരി അബ്ബലാലത ബിൽ ഹുദ, നേർമാർഗം കൊടുത്ത് വലാലത്ത് വാങ്ങുകയായിരിക്കും. വയറാ അന്നഹു അലൽ ഹുദ, അവൻ വിചാരിക്കും ഞാൻ നേർമാർഗത്തിലാണ് എന്ന്. വയത്തബിഉ ഹവാ വഹുവ യസ്ഉമു അന്നഹു മുതീഉൻ ലിമൗലാ, അവൻ അവന്റെ ഇച്ഛയെ പിൻപറ്റുന്നവനായിരിക്കും, പക്ഷെ അവൻ വിചാരിക്കും, അവൻ വാദിക്കും ഞാൻ എന്റെ ഉടമസ്ഥനെ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ് എന്നുള്ളത്. വകുല്ലു ഹാദാ മിൻ ഉഖൂബാതി ദുനൂബിൽ ജാരിയതി അൽ ഖുലൂബ്, ഖൽബിനെ തിന്മകൾ കൊണ്ട് ബാധിക്കുന്ന അപകടമാണിത്. എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ആയിട്ടുണ്ടാവും, നമ്മൾ തന്നെ ചിലപ്പോ അങ്ങനെ ആയിട്ടുണ്ടാവും, നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അത്ര വലിയ അപകടമാണ് തിന്മകളെ കൊണ്ടുണ്ടാവുക. കാരണം തിന്മകൾ നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞു, ഒരു തിന്മ ചെയ്തു, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തു, തൗബ ചെയ്തു, കഴിഞ്ഞു. ചിലപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുക, പക്ഷെ നമുക്കറിയില്ല നമ്മൾ തൗബ സ്വീകരിച്ചിട്ടുണ്ടോ, ഇസ്തിഗ്ഫാർ സ്വീകരിച്ചിട്ടുണ്ടോ, അത് ചെയ്തോ, അതിന്റെ ഫലമാണ് പിന്നീട് കാണാൻ സാധിക്കുക. നമുക്ക് കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് നന്മ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ് പരിഹാരമുള്ളത്, പക്ഷെ അറിയാതെ പല ആളുകളും ഇതിൽ അകപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഹിജാബുൽ ഖൽബി അൻ റബ്ബി ഫി ദുനിയ, അള്ളാഹുമായിട്ടുള്ള ബന്ധം കിട്ടാതെ മറയിടപ്പെടും. വൽ ഹിജാബുൽ അക്ബർ യൗമൽ ഖിയാമ, അത് മാത്രമല്ല നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ പറ്റാതെ മറയിടപ്പെടും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവരുടെ കൽബിൽ അവർ ചെയ്ത പ്രവർത്തനം കൊണ്ട് കറുത്ത അടയാളം വീണിട്ടുണ്ട്. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, അങ്ങനെ തിന്മ കൊണ്ട് കറ വീണ ആളുകൾക്ക് നാളെ അള്ളാഹുവിനെ കാണാൻ പറ്റാതെ മറയിടപ്പെടും. അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ, വലിയ നിഅമത്താണ്. സ്വർഗാവകാശികളിൽ തന്നെ ഒരുത്തന്റെ പദവി അനുസരിച്ചിട്ടാണ് അള്ളാഹുവിനെ വ്യക്തമായി കാണുക. എത്രത്തോളം പിന്നിലാണോ അത്രത്തോളം വ്യക്തത കുറഞ്ഞിട്ടാണ് അള്ളാഹുവിനെ കാണാൻ പറ്റുക. അപ്പോൾ തിന്മയിൽ മുഴുകിപ്പോയ ആളുകളോ അള്ളാഹുവിനെ കാണാൻ അവർക്ക് സാധിക്കില്ല. എന്ത് വലിയ നിന്ദ്യതയായിരിക്കും ഇത്. അതുപോലെ തന്നെ അൽ മഈശതു ദൻകു ഫി ദുനിയ വഫിൽ ബർസഖി വൽ അദാബി ഫിൽ ആഖിറ, ദുനിയാവിൽ അവന്റെ ജീവിതം ഞെരുങ്ങിയതായിരിക്കും. എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ കൽബ് ഞെരുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ബർസഖ്, ഖബർ ജീവിതം, അത് ഇടുങ്ങിയതായിരിക്കും. ഖബറിൽ ശിക്ഷ ഉണ്ടാവും, അനുഭവിക്കേണ്ടി വരും. പരലോകത്തും അതുപോലെ ആയിരിക്കും. അല്ലാഹു തആല പറഞ്ഞു സൂറത്തു താഹയിൽ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നമ്മുടെ ദിക്റിൽ നിന്ന് ആരാണോ തെറ്റിപ്പോകുന്നത് അവന്റെ ജീവിതം ഞെരുങ്ങിയതായിരിക്കും. അവന്റെ അന്ത്യനാളിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഏതവസ്ഥയിലായിരിക്കും? അവൻ കണ്ടു കാണാത്ത അന്ധനായ അവസ്ഥയിലായിരിക്കും. അപ്പോ അല്ലാഹുവിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൽബിന് എന്താ ഉണ്ടാവുക? ഞെരുക്കുണ്ടാവുക. അതിനെന്താ കാരണം? ദുനിയാവിനോടുള്ള ഹുബ്ബും അതുപോലെ തന്നെ ഇച്ഛകളോടുള്ള താല്പര്യവും ഇഷ്കും അതുപോലെ മറ്റു പല കാര്യങ്ങളായിരിക്കും. ഇബ്നു ഖയ്യിം പറയാണ്, അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാലുള്ള അപകടം പറഞ്ഞിട്ട് പറയാണ്, വഇന്നമാ യുവാരിഹി അൻഹു സഖ്റു ശഹവാതി വൽ ഇശ്കു വഹബ്ബു ദുനിയ വറിയാസ,
അവന്റെ കൽബിൽ ഉണ്ടാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹ്വത്തുകളുടെ ആ ഒരു ലഹരി, അതുപോലെ തന്നെ ഇഷ്ക് ബാധിച്ചിട്ടുള്ള ലഹരി, ദുനിയാവിനോടുള്ള ഹുബ്ബിന്റെ ലഹരി, നേതൃത്വത്തിനോടുള്ള ലഹരി. വഇല്ലം യംദമ്മ ഇലാ ദാലിക സുഖ്റുൽ ഖംർ, അതൊരു മദ്യത്തിന്റെ ലഹരിയോട് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഫസുഖ്റു ഹാദിഹിൽ ഉമൂർ യഅ്ലമു മിൻ സുഖ്റിൽ ഖംർ, മദ്യത്തിന്റെ ലഹരിയേക്കാൾ വലിയ ലഹരിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഒരുത്തൻ കള്ളുടിച്ച് ലഹരി ബാധിച്ച് നടക്കണം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാൾ വലിയ ലഹരി ആയിരിക്കും ഒരുത്തന് ദുനിയാവിനോടുള്ള ഇഷ്ടമോ ഷഹ്വത്തുകളോടോ അല്ലെങ്കിൽ ഇഷ്ക് ബാധിച്ചാലോ അല്ലെങ്കിൽ നേതൃത്വത്തിനോടുള്ള ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ. ഫഇന്നഹു യുഫീഖു സാഹിബുഹു വയസ്ഹു, കാരണം മദ്യം കള്ളുടിച്ചവന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബോധം തിരിച്ചു കിട്ടും. അവൻ ബോധത്തിന് കുറച്ച് നേരം മത്തിറങ്ങിയിട്ട് അവൻ എണീക്കുന്ന സമയം ഉണ്ടാവും. പക്ഷേ വസഖുറുൽ ഹവാ വഹുബ്ബുദ് ദുനിയ ലാ യസ്ഹു സാഹിബുഹു ഇല്ലാ ഇദാ കാന സാഹിബുഹു ഫി അസ്കരിൽ അംവാത്, അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തിയാലല്ലാതെ ഈ ഷഹ്വത്ത് കൊണ്ട് ബാധിച്ച ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ലഹരി ബാധിച്ച ആളുകൾക്ക് തിരിച്ചു വരാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ഞെരിക്കാൻ അനുഭവിക്കാൻ അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഇബ്നുൽ ഖയ്യിം പറയാണ്. വലാ തഖറുൽ ഐൻ വലാ യഹ്ദഉൽ ഖൽബ് വലാ തത്മഇന്നുൻ നഫ്സ്, ഒരിക്കലും കണ്ണിന് കുളിർമ ഉണ്ടാവില്ല, ഖൽബ് ഒതുങ്ങില്ല, നഫ്സിന് സമാധാനം കിട്ടില്ല. ഇല്ലാ ബി ഇലാഹിഹാ വ മഅബൂദിഹാ അല്ലദീ ഹുവ ഹഖ്, ഹഖായിട്ടുള്ള അവന്റെ ഇലാഹായിട്ടുള്ള അവന്റെ മഅബൂദായിട്ടുള്ള അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. വകുല്ലു മഅബൂദിൻ സിവാഹു ബാത്തിൽ, അള്ളാഹു അല്ലാത്ത എല്ലാ മഅബൂദും ബാത്തിലാണ്. ഫമൻ ഖറത് ഐനുഹു ബില്ലാഹ് ഖറത് ബിഹി കുല്ലു ഐനിൻ, അള്ളാഹുവിനെ കൊണ്ട് ഒരാൾക്ക് കൺകുളിർമ കിട്ടിയാൽ അവന് എല്ലാവിധ കൺകുളിർമ ഉണ്ടാവും. പിന്നെ അവന്റെ കുടുംബത്തിലും കൺകുളിർമ ഉണ്ടാവും, അവന്റെ കച്ചവടവും അവന്റെ സമ്പത്തും എല്ലാത്തിലും അതുണ്ടാവും. വമൻ ലം തഖറ ഐനുഹു ബില്ലാഹ് തഖത്തഅത് നഫ്സുഹു അല ദുനിയ ഹസറാത്ത്, അള്ളാഹുവിനെ കൊണ്ട് അവന് കൺകുളിർമ കിട്ടിയില്ലെങ്കിലോ പിന്നെ ദുനിയാവിലും അതിന്റെ വിഷമങ്ങളിലും മുഴുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുക. വല്ലാഹു തആല ഇന്നമാ ജഅലൽ ഹയാത ത്വയ്യിബ ലിമൻ ആമന ബിഹി വഅമില സാലിഹൻ കമാ ഖാല തആല, അല്ലാഹു തആല ഒരാൾക്ക് ദുനിയാവിൽ നല്ല വിശിഷ്ടമായ ഒരു ജീവിതം വെച്ചിട്ടുള്ളത് എങ്ങനെയുള്ളവർക്കാണ്? അള്ളാഹുവിലുള്ള ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. തിന്മ ചെയ്യുന്നവർക്ക് അത് കിട്ടില്ല. അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ ഈമാനോടുകൂടിയാണ് എങ്കിൽ അവന് വിശിഷ്ടമായ ജീവിതം അല്ലാഹു തആലയുടെ വാഗ്ദാനം ചെയ്യുന്നു. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതിന് ഏറ്റവും ഉത്തമമായ പ്രതിഫലം പരലോകത്തും കിട്ടും. ദുനിയാവിൽ ത്വയ്യിബായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ റാഹത്തായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? ഈമാനും സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കണം. ഒരിക്കലും തിന്മകളിൽ മുഴുകിക്കൊണ്ട് തിന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ സമാധാനം ദുനിയാവിൽ മറ്റെന്തിൽ തേടിയാലും കിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫളമിന ലിഅഹ്ലിൽ ഈമാൻ വൽ അമലി സ്വാലിഹിൽ ജസാഅ ഫിദ് ദുനിയ ബിൽ ഹയാത്തി ത്വയ്യിബ വബിൽ ഹുസ്ന യൗമൽ ഖിയാമ ഫലഹും അത്യബുൽ ഹയാതൈൻ വഹും അഹ്യാഉൻ ഫിദ് ദാറൈൻ, അവരാണ് ഏറ്റവും നല്ല വിശിഷ്ടമായ ജീവിതം രണ്ട് ലോകത്തും കിട്ടുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ആ ലോകം ജീവിക്കുന്നവർ. എന്നിട്ട് പറയാണ് വനദീറു ഹാദാ ഖൗലുഹു തആല, അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു സൂറത്തുൻ നഹ്ലിലെ 30-ാമത്തെ ആയത്തിൽ, ലില്ലദീന അഹ്സനൂ ഫി ഹാദിഹി ദുനിയ ഹസന, ദുനിയാവിൽ ആരാണോ ഇഹ്സാൻ ചെയ്യുന്നവര് അവർക്ക് നന്മയുണ്ട്. വലദാറുൽ ആഖിറതി ഖൈർ വലനിഅമ ദാറുൽ മുത്തഖീൻ, പരലോകം അതിലുത്തമമായിരിക്കും. തഖ്വയുള്ളവർക്ക് ഏറ്റവും നല്ല ഭവനം പരലോകമാണ്. വനദീറുഹാ ഖൗലുഹു തആല, മറ്റൊന്ന് അല്ലാഹു തആല സൂറത്ത് ഹൂദിലെ 3-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്ത് മടങ്ങുക. യുമത്തിഉകും മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മ വയുഅതി കുല്ലദി ഫദ്ലിൻ ഫദ്ല, അല്ലാഹു തആല നിങ്ങൾക്ക് അത് ഏറ്റവും നല്ല വിഭവങ്ങൾ നൽകും ഈ ദുനിയാവിലെ ജീവിതത്തിൽ. അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അല്ലാഹുവിന്റെ ഫദ്ലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ കൊണ്ടല്ലാതെ ഈമാൻ കൊണ്ടല്ലാതെ സൽക്കർമ്മങ്ങൾ കൊണ്ടല്ലാതെ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ അംഗീകരിക്കണം, നമുക്ക് തിന്മകളോടുള്ള താല്പര്യം എത്ര വലുതായി നമുക്ക് തോന്നിയാലും അത് നമുക്ക് എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി അത് മാറ്റാൻ, അതിൽ നിന്ന് ഒഴിവാകാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫഫാസൽ മുത്തഖൂന അൽ മുഹ്സിനൂന ബിനഈമിദ് ദുനിയ വൽ ആഖിറ, മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളും ദുനിയാവിലെയും പരലോകത്തിലെയും നിഅമത്തുകൾ കൊണ്ട് വിജയിക്കുന്നു. വഹസലു അലൽ ഹയാത്തി ത്വയ്യിബ ഫിദ് ദാറൈൻ,
അവർക്ക് രണ്ട് ലോകത്തും വിശിഷ്ടമായ ജീവിതം ലഭിക്കുന്നു. فإن طيب النفس وسرور القلب وفرحه ولذاته وابتهاجه وطمأنينته وانشراحه ونوره وسعته وعافيته من الشهوات المحرمة وشبهات الباطلة هو النعيم على الحقيقي. യഥാർത്ഥ ഹഖീഖത്ത് നിറഞ്ഞ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ നഫ്സ് അത് വിശിഷ്ടമായതാവുക, അവന് സന്തോഷമുള്ള ഒരു കൽബുണ്ടാവുക, അവൻ ഏറ്റവും ആസ്വാദനം കൊള്ളുക, സമാധാനം കൊള്ളുക, അവന്റെ കൽബിൽ പ്രകാശം ഉണ്ടാവുക, പിഴച്ച ഹറാമായ ശഹ്വത്തുകളിൽ നിന്നും ബാത്തിലായ ശുഭഹത്തുകളിൽ നിന്നും സുരക്ഷിതാവുക. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. വലാ നിസ്ബത ലിനഈമിൽ ബദനി ഇലൈഹി. അതുമായിട്ട് ശരീരത്തിന്റെ അനുഗ്രഹം കമ്പയർ ചെയ്യാൻ കൂടി പറ്റൂല. അങ്ങനെയുള്ള കൽബുള്ള ഒരുത്തൻ, ഒരാൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരുത്തൻ കൽബിൽ കുഫറാണ്, കാഫിറാണ്. പക്ഷേ ഭൗതികമായി ശരീരം കൊണ്ടുള്ള ആസ്വാദനങ്ങൾ കുറെ ഉണ്ട് വിചാരിക്കുക. ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യാൻ കൂടി പറ്റില്ല. വടിയും ആളും താരതമ്യം ചെയ്യുന്ന പോലെ ഇരിക്കും. എന്താ താരതമ്യം ചെയ്യേണ്ട? ഒന്നും ഉണ്ടാവില്ല. അതുപോലെയാണ് ഉണ്ടാവുക. ഫഖദ് കാന യഖൂലു ബഅദു മൻ ദാഖ ഹാദിഹിൽ ലദ്ദ. ഈ ആസ്വാദനം അനുഭവിച്ച ചില ആളുകൾ പറഞ്ഞു പോയിട്ടുണ്ട്, ലൗ അലിമൽ മുലൂക് അവാബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്. നമ്മൾ അനുഭവിക്കുന്ന ഈ ആസ്വാദനം എങ്ങാനും രാജാക്കന്മാരും രാജപുത്രന്മാരും അറിഞ്ഞിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ അവർ വാളുമായി വരുമായിരുന്നു. വഖാല ആഖർ ഇന്നഹു ലയമുറു ബിഖൽബിൽ ഔഖാതുൻ അഖൂൽ ഇൻ കാന അഹ്ലുൽ ജന്നതി ഫി മിസ്ലി ഹാദി ഇന്നഹും ലഫി ഐഷിൻ തൈ. ചിലമേത്ത് അവർ പറഞ്ഞു, അവരെ ആസ്വദിച്ചിട്ട് സന്തോഷം കൊണ്ട് അവർ കൽബിൽ അനുഭവിക്കുന്ന ആസ്വാദനം കൊണ്ട് അവർ പറഞ്ഞു പോവും, സ്വർഗത്തിൽ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ജീവിതം തന്നെയാണ്. അതായത് അത്രയും വലിയൊരു സ്വർഗത്തിലെ എന്തെങ്കിലും ഒരു നിഅമത്ത് ദുനിയാവിൽ കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഈമാനിന്റെ ആസ്വാദനമാണ്. അപ്പൊ അത് കിട്ടിയിട്ട് ആളുകൾ പറഞ്ഞു ഇതാണ് സ്വർഗത്തിലുള്ളത് എങ്കിൽ ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. വഖാല ആഖിർ, മറ്റു ചിലർ പറഞ്ഞു, ഇന്ന ഫി ദുനിയ ജന്നഹ ഹിയ കൽ ജന്നതി ഫിൽ ആഖിറ. ദുനിയാവിൽ ഒരു സ്വർഗ്ഗമുണ്ട്, അത് പരലോകത്തെ സ്വർഗം പോലെയാണ്. ഫമൻ ദഖലഹാ ദഖല തിൽകൽ ജന്ന. ആ സ്വർഗത്തിൽ ദുനിയാവിൽ പ്രവേശിച്ചവൻ നാളെ പരലോകത്തും പ്രവേശിക്കും. വമൻ ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ. ദുനിയാവിൽ അതവൻ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലേ, ആ ഈമാനിന്റെയും അമലുസ് സാലിഹാത്തിന്റെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്റെയും അള്ളാഹുവിനോടുള്ള ഇഷ്തിയാഖിന്റെയും കാണാനുള്ള ആഗ്രഹത്തിന്റെയും അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെയും ആ സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചിട്ടില്ലേ, നാളെ പരലോകത്ത് അവന് പ്രവേശിക്കാൻ സാധിക്കില്ല. വഖദ് അശാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹാദിഹിൽ ജന്ന. ഈ സ്വർഗം ദുനിയാവിലെ സൂചിപ്പിക്കുന്ന ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഒരു ഹദീസ്, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിൽ സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. അഥവാ വേറെ ചില ഹദീസുകളിൽ ഇൽമിന്റെ സദസ്സുകൾ, ദിക്റിന്റെ സദസ്സുകൾ എന്ന ആശയത്തിലൊക്കെ ഖുർആനിന്റെ സദസ്സുകൾ ഇതൊക്കെ സ്വർഗത്തിന്റെ പൂന്തോപ്പുകളാണ് എന്ന് പറഞ്ഞു കാണാം. അതായത് ആ അർത്ഥത്തിൽ അത്രയും നല്ല ആസ്വാദനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ നിഅമത്തുകൾ അത് ദുനിയാവിലും ബർസഖിലും പരലോകത്തും ഉണ്ടാകും എന്ന് ചോദിക്കുകയാണ്. വഹലിൽ ഐശു ഫിൽ ഹഖീഖ ഇല്ലാ ഐശുൽ ഖൽബി സലീം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, സലീമായ ഒരു കൽബ് കൊണ്ടല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ജീവിതം ഉണ്ടാവുമോ? യഥാർത്ഥത്തിൽ ഒരു ജീവിതം ഉണ്ടാവും. പല ആളുകൾക്കും, പ്രത്യേകിച്ച് വളർന്നു വരുന്ന കൗമാരക്കാരും യുവാക്കളുമായിട്ടുള്ള ആളുകൾ, അവർ കാണുന്നത് ബാഹ്യമായിട്ട് ദുനിയാവിനെ ആസ്വദിക്കുന്ന ആളുകളെയാണ്. ഇപ്പോ സിനിമകളാവട്ടെ, അല്ലെങ്കിൽ വീലോഗുകളാവട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ, അവർ ബാഹ്യമായിട്ട് ആസ്വദിക്കുന്നത് കണ്ടിട്ടാണ് യുവാക്കൾ, മുസ്ലിം യുവാക്കളാവട്ടെ, പൊതുസമൂഹമാവട്ടെ, എല്ലാവരും ഇന്ന് വളരുന്നത്. കാരണം ഇന്ന് കാണാൻ അത്രയും സൗകര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആൺകുട്ടികളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, സ്ത്രീകളാവട്ടെ, പുരുഷന്മാരാവട്ടെ, ഏത് പ്രായത്തിലുള്ളവർക്കും അതിയായ താല്പര്യം ദുനിയാവിനോട് തോന്നുന്ന പല ചിന്തകൾ, പല ആളുകൾക്കും പല പിഴച്ച ചിന്തകൾ തോന്നിപ്പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അവരനുഭവിക്കുന്ന ഞെരുക്കം അതെങ്ങാനും നിങ്ങൾ അനുഭവിച്ചിരുന്നെങ്കിൽ അവരുടെ എല്ലാ ആസ്വാദനങ്ങളും വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈമാനിന്റെയും ദീനിന്റെയും ആസ്വാദനത്തിലേക്ക് മടങ്ങിയിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര ആളുകളുണ്ട് അങ്ങനെ. ഈമാനിന്റെ സമാധാനം കണ്ടെത്തിയ ഒരാൾക്ക് ഒരിക്കലും അതൊരു മടുപ്പായി തോന്നില്ല. അവന്റെ എത്ര ഇല്ലെങ്കിലും, അവന് ബാഹ്യമായിട്ടൊന്നുമില്ലെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കാണാം, നിങ്ങളിലുള്ള ഒരു സ്വാലിഹിനെ അള്ളാഹു പരീക്ഷിക്കും. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ അവന് ഉടുക്കാൻ ഒരു പുതപ്പല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചിട്ട് ഉടുക്കാൻ ഒരു പുതപ്പ്, അവന്റെ നാണം മറക്കാൻ, അവന്റെ ഔറത്ത് മറക്കാൻ ഒരു പുതപ്പല്ലാതെ മറ്റൊന്നും അവനുണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾ നിങ്ങളുടെ റഹായിലുള്ള പോലെ ആയിരിക്കും അവൻ ആ സമയത്തും ജീവിക്കുക. നിങ്ങളുടെ റഹായിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. റഹാ എന്ന് പറഞ്ഞപ്പോ പറയുകയാണെങ്കിൽ നല്ല പതുപതുത്തൊരു മെത്ത, നല്ല തണുപ്പിക്കാൻ AC, അല്ലെങ്കിൽ നല്ല സൗകര്യം, എല്ലാവിധ സുഖവും
ആ അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവന്റെ അവസ്ഥ ഉണ്ടാവുക എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സലീമായ ഖൽബ് കൊണ്ടല്ലാതെ ഒരിക്കലും ദുനിയാവ് ആസ്വദിക്കാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ദുനിയാവ് ആസ്വദിക്കുന്ന ആരാ? മുഅ്മിനാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, സമ്പന്നതയുടെ കൊടുമുടിയിലെത്തി എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഇങ്ങനെ ആസ്വദിക്കുന്ന ആളുകൾ, ജീവിതം എൻജോയ് ചെയ്യുന്ന ആളുകൾ, എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവരെത്ര ആളുകളാണ് ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങളിൽ വീണു പോകുന്നത്? എത്ര ആളുകളാണ് ഉറക്കാൻ എന്തെങ്കിലും സൈക്യാട്രി ഗുളിക കൊണ്ട് മാത്രം ഉറങ്ങിപ്പോകുന്നത്? എന്താണ് ശരിക്കും ഒരു മുഅ്മിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുഖം കൂടിപ്പോയിട്ട് എന്തെങ്കിലും പറ്റുമെന്ന് പേടിക്കാം. സുഖാണോ എന്നൊക്കെ ചോദിച്ചാൽ സുഖം കൂടുതലായിട്ട് എന്തെങ്കിലും പറ്റുമെന്ന് പേടിക്കാം. കാരണം അത്രയും റാഹത്തായ ജീവിതമാണ് സലീമായ ഖൽബുണ്ടെങ്കിൽ. എന്നിട്ട് പറയാണ് വഖദ് അസ്ന അല്ലാഹു തആല അലാ ഖലീലിഹി ബിസലാമത്തി ഖൽബിഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി മദ്ഹ് ചെയ്തത്, പുകഴ്ത്തിയത് ഈ സലീമായ ഖൽബിനെ പറഞ്ഞിട്ടാണ്. വഇന്ന മിൻ ശീഅതിഹി ലഇബ്രാഹിം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. സലീമായ ഖൽബ് കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ എത്തുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു ഇബ്രാഹിം നബിയെ തന്നെ സൂചിപ്പിക്കുന്ന രീതിയിൽ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. നാളെ പരലോകത്ത് സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കൂല. ദുനിയാവിലെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപയോഗിക്കൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബ് കൊണ്ട് എത്തുന്നവനല്ലാതെ. എന്നിട്ട് എന്താണ് ഖൽബുൽ സലീം എന്ന് പറയാം? വഖൽബുസ് സലീം, ഖൽബുസ് സലീം എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ സലിമ മിനശ് ശിർകി വൽ ഗില്ലി വൽ ഹിഖദി വൽ ഹസദി വശഹി വൽ കിബർ. ശിർക്കിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ഒരു ഖൽബ്, അതുപോലെ ചതി വഞ്ചന എന്നതിൽ നിന്ന്, പകയിൽ നിന്ന്, അസൂയയിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, വഹബ്ബുദ് ദുനിയാ വരിയാസ, ദുനിയാവിനോടുള്ള ഇഷ്ടത്തിൽ നിന്ന്, ദുനിയാവിന്റെ നേതൃത്വങ്ങൾ അതിനോടുള്ള ഇഷ്ടത്തിൽ നിന്ന്, വസലിമ മിൻ കുല്ലി ആഫത്തിൻ തുബ്ഇദുഹു അനില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അകറ്റുന്ന എല്ലാവിധ ദോഷത്തിൽ നിന്ന് സുരക്ഷിതമായ ഒരു ഖൽബ്, വസലിമ മിൻ കുല്ലി ശുബ്ഹത്തിൻ തുആരിദു ഖബറഹു, അല്ലാഹു അറിയിച്ചിട്ടുള്ള കാര്യങ്ങളോട് എതിരാകുന്ന എല്ലാവിധ ശുബ്ഹത്തുകളിൽ നിന്ന് സുരക്ഷിതമായ ഖൽബ്, വമിൻ കുല്ലി ശഹ്വത്തിൻ തുആരിദു അംറഹു, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളോട് എതിരാകുന്ന എല്ലാവിധ ശഹ്വത്തുകളിൽ നിന്ന് സുരക്ഷിതമായ ഖൽബ്, വസലിമ മിൻ കുല്ലി ഇറാദത്തിൻ തുസാഹിമു മുറാദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് അകറ്റുന്ന, അതിൽ നിന്ന് ബിസിയാക്കുന്ന, പിന്നെ ഒരു രക്ഷപ്പെട്ടുള്ള ഖൽബ്, വസലിമ മിൻ കുല്ലി ഖാതിൻ യഖ്ദഉ അനില്ലാഹ്, അല്ലാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുന്ന എല്ലാത്തിൽ നിന്നും സുരക്ഷിതമായ ഒരു ഖൽബ്. ഫഹാദൽ ഖൽബുസ് സലീം ഫി ജന്നത്തിൻ മുഅജ്ജലത്തിൻ ഫി ദുനിയ വഫി ജന്നത്തിൻ ഫി ബർസഖ് വഫി ജന്നത്തി യൗമൽ മആദ്. ആ ഖൽബുള്ള ഒരുത്തൻ ദുനിയാവിൽ സ്വർഗ്ഗത്തിലായിരിക്കും, ബർസഖിൽ സ്വർഗ്ഗത്തിലായിരിക്കും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും സ്വർഗ്ഗത്തിലായിരിക്കും. വലാ തതിമ്മു സലാമതുഹു മുത്ലഖൻ ഹത്താ യസ്ലിമ മിൻ ഖംസതി അഷ്യാ, യുസ്ലിമ മിൻ ഖംസതി അഷ്യാ, അഞ്ച് കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമാവാതെ ആ ഖൽബ് ഒരിക്കലും സുരക്ഷിതമാകൂല. മിൻ ശിർകിൻ യുനാഖിദു തൗഹീദ്, എന്തിൽ നിന്നെല്ലാം സുരക്ഷിതമാണ്? ഒന്ന്, തൗഹീദിനെ മുറിച്ചു കളയുന്ന ശിർക്കിൽ നിന്ന് സുരക്ഷിതനായിരിക്കണം. രണ്ട്, വബിദ്അത്തിൻ തുഖാലിഫു സുന്ന, സുന്നത്തിനെതിരാവുന്ന ബിദ്അത്തുകളിൽ നിന്ന് സുരക്ഷിതനായിരിക്കണം. വശഹവത്തിൻ തുഖാലിഫുൽ അംർ, അള്ളാഹുവിന്റെ കൽപ്പനകളോട് എതിരാകുന്ന ഇച്ഛകളോട്, ദേഹേച്ഛകളോട് എതിരായിരിക്കണം, അതിൽ നിന്ന് സുരക്ഷിതനായിരിക്കണം. വഗഫ്ലത്തിൻ തുനാഖിലു ദിക്ർ, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് അശ്രദ്ധമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതനായിരിക്കണം. അതുപോലെ തന്നെ വഹവൻ യുനാഖിലു തജ്രീദ വൽ ഇഖ്ലാസ്, അള്ളാഹുവിന്റെ ഓർമ്മ നിലനിർത്തി അള്ളാഹുവിലേക്ക് മാത്രമായി നിൽക്കുന്നതിൽ നിന്ന് ഖൽബിനെ തെറ്റിക്കുന്ന ഹവയിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. ഈ അഞ്ച് കാര്യങ്ങളിൽ സുരക്ഷിതരായ മാത്രമാണ് സലീമായ ഖൽബ് ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാണ്? ഷിർക്ക്, 2 ബിദ്അത്ത്, 3 ശഹ്വത്തുകൾ, 4 ഗഫ്ലത്ത്, 5 ഹവ. എന്നിട്ട് പറയാണ് വഹാദിഹിൽ ഖംസതു ഹുജുബുൻ അനില്ലാ, ഈ 5 കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്ന് നമ്മെ മറയിടുന്ന കാര്യങ്ങളാണ്. വതഹ്ത കുല്ലി വാഹിദിൻ മിൻഹാ അൻവാഉൻ കസീറ, ഈ ഓരോന്നിന്റെ കീഴിലും ധാരാളം ഇനങ്ങൾ വേറെയുണ്ട്. തതളമ്മനു അഫ്റാദൻ ലാ തൻഹസർ, അത് ഓരോന്നായിട്ട് എണ്ണിത്തിട്ടപ്പെട്ട പല തരത്തിലുണ്ടാകും. വലിദാലിക ഇസ്തദ്ദത് ഹാജത്തുൽ അബ്ദി ബൽ ദറൂറതുഹു, അതുകൊണ്ടാണ് ഒരു അടിമ ഏറ്റവും ആവശ്യമുള്ളവനായി മാറുന്നത് ഇലാ അയ്യസ്അല അല്ലാഹ അയ്യഹ്ദിയഹു സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവിന്റെ ഈ നേരായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കപ്പെടാൻ ഏറ്റവും ആവശ്യക്കാരനാകുന്നത്. നമ്മുടെ മേലെ ആകെ നിർബന്ധമായിട്ടുള്ള ദുആ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം പറഞ്ഞ ദുആ എന്താണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇത് മാത്രമാണ് നിർബന്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്.
അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചിരിക്കണം, ദുആ ചെയ്തിരിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ നമ്മെ സംരക്ഷിച്ച് നേരായ മാർഗത്തിലാക്കിയത് അതുപോലെ വരും കാലത്തും. ഇൽമിന്റെയും അമലിന്റെയും പാത, അറിവുണ്ടായിരിക്കണം, അതിനനുസരിച്ച് കർമ്മവും ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയാണ് ഫലൈസൽ അബ്ദു അഹ്വജ മിൻഹു ഇലാ ഹാദിഹി ദഅവ വലൈസ ശൈഉൻ അൻഫഉ മിൻഹാ. ഇതിനേക്കാൾ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊന്നും ഇല്ല തന്നെ ഒരടിമക്ക് ആവശ്യക്കാരനായിട്ട്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു അടിമയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള തേട്ടം. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നാണ് വിശദീകരിക്കുന്നത്? അത് ഇൽമും അമലും ചേർന്നതാണ്. അറിവുണ്ടായിരിക്കണം, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള അമലുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് രണ്ടും ചേരുമ്പോൾ മാത്രമേ സിറാത്തുൽ മുസ്തഖീമിൽ ഒരാൾ നിൽക്കുകയുള്ളൂ. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മുതാബഅത്ത് സുന്നത്ത് അനുസരിച്ചായിരിക്കണം. ഇതല്ലാതെ ഒരാളുടെ ജീവിതം രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റവും നല്ല രീതിയിൽ നേരെ ചൊവ്വ പാതയിൽ മനുഷ്യരെ നയിക്കുന്നവനാണ്. എന്നിട്ട് പറയാണ് കുറച്ച് സിറാത്തുൽ മുസ്തഖീമിന്റെ കാര്യങ്ങൾ ചുരുങ്ങിയത് വിശദീകരിച്ച് പറയാണ്. വനസബ ലിഇബാദിഹി മിൻ അംരിഹി സിറാത്തൻ മുസ്തഖീമ വദആഹും ജമീഅൻ ഇലൈഹി ഹുജ്ജതൻ മിൻഹു വഅദല. അല്ലാഹു ഈ ദുനിയാവിൽ ഒരു സിറാത്തുൽ മുസ്തഖീം സ്ഥാപിച്ചു. എന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു ആളുകളെ ക്ഷണിച്ചു, അഥവാ ഇൽമിന്റെയും അമലിന്റെയും പാതയിലേക്ക്. ഇതിൽ നിന്ന് തെറ്റിപ്പോയവൻ പിഴച്ചവനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫൈദാ കാന യൗമു ലിഖാഇഹി, അന്ത്യനാളായാലോ നസബ ലിഖൽഖിഹി സിറാത്തൻ മുസ്തഖീമ യൂസിലുഹും ഇലാ ജന്ന, നാളെ സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള ഒരു സിറാത്തുൽ മുസ്തഖീം നാളെ പരലോകത്ത് വരും. പരലോകത്തൊരു സിറാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കും. അത് ഏതുപോലെയാണ്? ദുനിയാവിലുള്ള സിറാത്ത് പോലെയാണ്. ദുനിയാവിൽ ഈ നേരെ ചൊവ്വയുള്ള ഇൽമിന്റെയും അമലിന്റെയും പാതയിൽ നിന്ന് ആരാണോ തെറ്റിയത്, അവർ നാളെ പരലോകത്തും ഈ സിറാത്തിൽ നിന്ന് തെറ്റും. ഈ സിറാത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് എവിടെയാണ്? താഴെ നരകത്തിലേക്കാണ് വീഴുക. ഈ സിറാത്ത് തെറ്റിയാൽ നരകത്തിലാണ്. അപ്പൊ ദുനിയാവിൽ സിറാത്ത് മുസ്തഖീമിലായവർ മാത്രമേ നാളെ പരലോകത്തും സിറാത്തുൽ മുസ്തഖീമിലാവുകയുള്ളൂ. ഇനി എന്താണ് സിറാത്തിന്റെ അവസ്ഥ? എന്താണ് ദുനിയാവിന്റെ അവസ്ഥ? പരലോകത്തിന്റെ അവസ്ഥ എന്താണ്? വഖാമ അഅമാലുൽ ഉസാതി ബിജംബതൈ അസ്സിറാതി കലാലിബ വഹസകൻ വതഖ്തിഫുഹും കമാ ഖഫതുഹും ഫി ദുനിയ അനിൽ ഇസ്തിഖാമത്തി അലൈഹി. അപ്പോൾ ദുനിയാവിൽ സിറാത്തുൽ മുസ്തഖീം പറഞ്ഞല്ലോ. നമ്മൾ ഈ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്? പലതരത്തിലുള്ള തിന്മകളാണ്, പലതരത്തിലുള്ള ശഹ്വത്തുകളും ശുഭത്തുകളാണ്. ഇത് അവനെ ഇതിൽ നിന്ന് തെറ്റിച്ചതുപോലെ തെറ്റിയ ഒരാൾ നാളെ സിറാത്തിന്റെ മേലെ എത്തുമ്പോ അവിടെ ചങ്ങലകളും കൊളുത്തുകളുമായിട്ട് അവൻ ചെയ്ത ഈ തിന്മകൾ ഉണ്ടാകും. അവൻ ഈ സിറാത്തുൽ മുസ്തഖീം ദുനിയാവും തെറ്റിയതുപോലെ നാളെ പരലോകത്തു നിന്നും അവനെ പിടിച്ച് താഴത്തേക്ക് വലിച്ചിടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടാവുക. ദുനിയാവിൽ തെറ്റിക്കഴിഞ്ഞാൽ പരലോകത്തും അതുപോലെ തെറ്റുന്നതാണ്. അതുപോലെ തന്നെ പരലോകത്ത് ഹൗദുണ്ട്, മുഅ്മിനീങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ഹൗദുണ്ട്. എത്രത്തോളമാണോ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ദുനിയാവിൽ അനുസരിച്ച് ജീവിച്ചിട്ടുള്ളത്, അതുപോലെയാണ് അതിന്റെ ശരീഅത്ത് അനുസരിച്ചിട്ടുള്ളത്, അവർക്കാണ് നാളെ അവിടെ ഹൗദിൽ നിന്നും കുടിക്കാൻ സാധിക്കുക. ഇതെല്ലാം പറഞ്ഞിട്ട് ഇബ്നു ഖയ്യിം പറയാണ് ഫൻദുർ, നീ മനസ്സിലാക്കണം, നീ ശരിക്ക് ചിന്തിക്കണം. ഇലല്ലാഖിറതി കഅന്നഹാ റഅയു ഐനിൻ, നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ പരലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നീ ചിന്തിക്കണം. വതഅമ്മൽ ഹിക്മത്തല്ലാഹി സുബ്ഹാനഹു ഫിദ്ദാറൈൻ, ഈ രണ്ട് ലോകത്തും അള്ളാഹുവിന്റെ ഹിക്മത്ത് നീ ചിന്തിച്ച് മനസ്സിലാക്കണം. തഅലം ഹീന ഇദ്ൻ ഇൽമൻ യഖീനൻ ലാ ശക്ക ഫീഹി, അങ്ങനെ നീ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നിനക്ക് ദൃഢമായ ഒരു അറിവ് ലഭിക്കും, ഒരു സംശയവുമില്ലാത്തത്. അന്ന ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തേക്കുള്ള വിളയിടമാണ്, കൃഷിയിടമാണെന്ന് മനസ്സിലാവും. വഉൻമാനുഹാ വഉൻമൂസജുഹാ, ദുനിയാവിലുള്ള എന്ത് സാധനവും പരലോകത്തിന്റെ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സിറാത്തുൽ മുസ്തഖീം പറഞ്ഞല്ലോ, അതുപോലെ ഏതൊരു സാധനവും ഇപ്പൊ ദുനിയാവിലുള്ള പഴങ്ങൾ പോലും എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനേക്കാൾ ഉള്ളത് പരലോകത്തുണ്ട്. എന്ത് കാര്യവും അതിനൊരു ഉപമയായിട്ടാണ് ഉണ്ടാവുക. വഇന്ന മനാസില الناس فيها من السعادة والشقاوة لحسب منازلهم في هذه الدار في الإيمان والعمل الصالح وضدهما وبالله التوفيق. നാളെ പരലോകത്ത് വിജയവും സൗഭാഗ്യവും നഷ്ടം സംഭവിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദുനിയാവിൽ ഒരാള് എങ്ങനെയാണോ ഈ നേരായ മാർഗത്തിൽ നിൽക്കുന്നത്, സൗഭാഗ്യത്തിലാകുന്നത്, അതിനെതിരാകുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പറയാൻ ഫമിന്നാ അഅ്ളമി ഉഖൂബാത്തി ദുനൂബ്, ഈ തിന്മകളുടെ ഏറ്റവും വലിയ അനന്തരഫലം എന്ന് പറഞ്ഞാൽ അൽ ഖുറൂജ് അനിസ് സിറാത്തിൽ മുസ്തഖീം ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ തെറ്റും, പരലോകത്തും സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പഴച്ചു പോയി നരകത്തിൽ കിടക്കുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ അപകടം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്
ولما كانت الذنوب متفاوتة في درجاتها ومفاسدها وتفاوتت عقوباتها في الدنيا والآخرة بحسب تفاوتها. തിന്മകൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയതും കുറഞ്ഞതും അളവിൽ വ്യത്യാസമുള്ളത് പോലെ തന്നെ അതിന്റെ അനന്തരഫലത്തിലും വ്യത്യാസമുണ്ട്. ഇനി തിന്മകളുടെ അടിസ്ഥാനം രണ്ട് രീതിയിലുണ്ടാവുക, രണ്ട് തരത്തിലെ തിന്മകൾ ഉണ്ടാവുക. അസ്ലുഹാ നൗആൻ, രണ്ടെണ്ണം. ഏതാണ്? തർക്കു മഅ്മൂരിൻ വഫിഅലു മഹ്ദൂരിൻ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നതും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നതും വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതും. وهما الذنبان اللذان ابتلى الله سبحانه بهما أبوي الجن والإنس. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ജിന്നി വർഗത്തിന്റെയും ഇൻസ് വർഗത്തിന്റെയും പിതാക്കളെ അള്ളാഹു പരീക്ഷിച്ചത്. അഥവാ ഇബ്ലീസിനോട് കൽപ്പിച്ചു, ഇബ്ലീസ് അതിനെതിരെ ചെയ്തു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ വിരോധിച്ചു, അത് ചെയ്തു. ഒന്ന് പിന്നെ എന്താണ്? തെർക്കു മഅ്മൂറാണ്, കൽപ്പിച്ച കാര്യം ഒഴിവാക്കലാണ്. രണ്ട് ഫിഅലുൽ മഹ്ദൂറാണ്, വിരോധിച്ച കാര്യം ചെയ്യലാണ്. ഈ രണ്ട് രീതിയിലാണ് തിന്മകൾ ഉണ്ടാവുക. എന്നിട്ട് പറയാണ് വകിലാഹുമാ യൻഖസിമു ബിഇഅ്തിബാരി മഹല്ലിഹി ഇലാ ളാഹിരി അൽ ജവാരി വബാതിനി മിൽ ഖുലൂബ്. ഈ രണ്ട് കാര്യത്തിനെയും ബാഹ്യമായി ചെയ്യുന്ന രീതിയിലും വേർതിരിക്കാൻ പറ്റും, കൽബുമായി ബന്ധപ്പെട്ട രീതിയിലും വേർതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യത തെറ്റിച്ച രീതിയിലും കണക്കൂട്ടാൻ പറ്റും, സൃഷ്ടികളോടുള്ള ബാധ്യത തെറ്റിച്ചാലും കണക്കൂട്ടാൻ പറ്റും. അതായത് ഈ രണ്ട് തിന്മകൾ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കലും വിരോധിച്ചത് ചെയ്യലും, ഏതൊക്കെ തരത്തിലുണ്ടാവും? ശരീരം കൊണ്ടും കൽബ് കൊണ്ടും ഉണ്ടാവും. അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ വീഴ്ച വരുത്തിയതും ഉണ്ടാവും, സൃഷ്ടികളോടുള്ള ബാധ്യതയിൽ വീഴ്ച വരുത്തിയതുണ്ടാവും. ഈ രണ്ട് തരത്തിലും ഉണ്ടാകും. എന്നിട്ട് പറയാണ് വഇൻകാന കുല്ലു ഹഖ്ഖിൻ ലിഖൽഖിഹി വഹുവ മുതളമ്മിനുൻ ലിഹഖ്ഖിഹി വലാകിൻ സുമ്മിയ ഹഖ്ഖൻ ലിൽഖൽഖ്. ഈ സൃഷ്ടികളോടുള്ള എന്തെല്ലാം ബാധ്യതകളുണ്ടോ അതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അത് വീഴ്ത്തിയാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് വീഴ്ത്തുന്നത്. മനസ്സിലാവാൻ, ഇപ്പൊ മാതാപിതാക്കളോട് നമുക്ക് ബാധ്യതയുണ്ട്, നമുക്ക് കടമുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവരനുസരിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ യഥാർത്ഥത്തിൽ മാതാപിതാക്കളോടുള്ള കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്നുണ്ട്, അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ വീഴ്ച വരുത്തിയെന്നുണ്ട്. സൃഷ്ടികളോടുള്ള വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിനോട് കൂടി വീഴ്ത്തിയതാണ്. എന്നിട്ട് പറയാണ് ثم هذه الذنوب تنقسم الى 4 اقسام. ഇനി ഈ തിന്മകളെ 4 തരത്തിലായിട്ട് വേർതിരിക്കാം. തിന്മകളെ മൊത്തത്തിൽ 4 തരത്തിലായിട്ട് വേർതിരിക്കാം. ഒന്ന് മലക്കിയത്തുൻ, അധികാരം സ്ഥാപിക്കുന്ന രീതിയിലുള്ള തിന്മകൾ. 2 ശൈത്താനിയത്തുൻ, ശൈത്താനിയത്തായിട്ടുള്ള തിന്മകൾ. 3 സബുഉയ്യത്തുൻ, അക്രമപരമായിട്ടുള്ള തിന്മകൾ. 3 ബഹീമിയത്തുൻ, മൃഗതുല്യമായിട്ടുള്ള തിന്മകൾ. വലാ തഖ്റുജു അൻ ദാലിക്. ഈ 4 കൂട്ടത്തിൽ പെടാത്തൊരു തിന്മ ഉണ്ടാവില്ല. ഈ 4 ഇനത്തിൽ പെടാത്ത ഒരു തിന്മ ഉണ്ടാവില്ല. മലക്കിയത്തുൻ, ശൈത്താനിയത്തുൻ, സബുഉയ്യത്തുൻ, അതുപോലെ ബഹീമിയത്തുൻ. ഈ 4 തരത്തിൽ. ഇനി ഒന്നാമത്തേത് ഫദ്ദുനൂബുൽ മലക്കിയ. മലക്കിയത്ത് ആയിട്ടുള്ള തിന്മകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അയ്യതആതാ മാ ലാ യസ്ലുഹു ലഹു മിൻ സിഫാത്തുർ റുബൂബിയ്യ കൽ അളമതി വൽ കിബ്രിയാഇ വൽ ജബറൂതി വൽ ഖഹ്രി വൽ ഉലൂവി വസ്തിഅബാദിൽ ഖൽഖ് വനഹ്വി ദാലിക്. ഒരാൾ അവന്റെ സ്വന്തത്തിൽ ഉണ്ടാക്കുന്ന തിന്മ ഏത് തരത്തിലുള്ളത്? റുബൂബിയത്തിന്റെ സിഫത്തുകളോട് യോജിച്ച്, അഥവാ അള്ളാഹുവിന് മാത്രം യോജിച്ചിട്ടുള്ള റുബൂബിയത്തിന്റെ സിഫത്തുകളോട്. ഏതൊക്കെയാണ്? ആളമ, ഒരാൾ ഞാൻ നല്ല മഹത്തുള്ളവനാണെന്ന് നിലയ്ക്ക് ചെയ്യുന്ന തിന്മ. കിബിരിയ, അഹങ്കാരത്തോടെ. ജബറൂത്ത്, മറ്റുള്ളവരെ അധികാരപ്പെടുത്തിക്കൊണ്ട്. വൽ ഖഹർ, അതുപോലെ കീഴ്പ്പെടുത്തിക്കൊണ്ട്. വൽ ഉലൂ, ഞാൻ ഉന്നതനാണ് എന്ന നിലക്ക്. ഇസ്തിഅബാദിൽ ഖൽഖ്, പിന്നെ അടിമകളെ, പിന്നെ സൃഷ്ടികളെ അടിമകളായി എന്റെ കീഴിലുള്ളവരാണെന്ന നിലക്ക് അധികാരം കാണിക്കുന്ന തരത്തിലുള്ള തിന്മകൾ. വയദ്ഖുലു ഫീ ഹാദാ അശ്ശിർകു ബിറബ്ബി തആല. ഇതിനകത്താണ് അല്ലാഹുവിലുള്ള ശിർക്ക് ഉൾക്കൊള്ളുന്നത്. അഥവാ മലക്കിയത്തായിട്ടുള്ള തിന്മയിൽപ്പെട്ടതാണ് ഷിർക്ക്. അവന് യാതൊരു യോഗ്യതയില്ലാതെ അവൻ ചില കാര്യങ്ങൾ എടുക്കുന്നത്. ഇനി ഷിർക്കിനെ രണ്ട് തരത്തിലാണ്. ഷിർക്കുൻ ബിഹി ഫീ അസ്മാഇഹി വസിഫാതിഹി വജഅലു ആലിഹത്തിൻ ഉഖ്റാ മഅഹു. അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും പങ്കു ചേർക്കുക, അതുപോലെ അള്ളാഹുവിന് പകരം മറ്റൊരു ഇലാഹിനെ വെക്കുക. അങ്ങനെയുള്ള ഷിർക്ക്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഷിർക്കിനെ കുറിച്ച് വേറെ വിശദീകരിച്ച് വരുന്നുണ്ട്. വശിർക്കും ബിഹി ഫീ മുആമലതിഹി, അള്ളാഹുമായിട്ടുള്ള കർമ്മങ്ങളിൽ വരുന്ന ഷിർക്ക്. അഥവാ നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ ഷിർക്കുൻ അക്ബർ, രണ്ടാമത് പറഞ്ഞത് ഷിർക്കുൻ അസ്ഗർ. വഹാദ സാനി ഷിർക്കുൻ അസ്ഗർ ഖദ് ലാ യൂജിബു ദുഖൂലൻ നാർ. നരകത്തിലെ ശാശ്വതമായിട്ടുള്ള ജീവിതം ഷിർക്കുൻ അസ്ഗർ ചെയ്തവർക്ക് ഉണ്ടാവില്ല. വൈനഹബത്തൽ അമൽ അല്ലദീ അശ്റക ഫീഹി മഅല്ലാഹി ഗൈറ. പക്ഷേ അതിന്റെ കർമ്മം നിഷ്ഫലമായി പോകും.
അഥവാ ഷിർക്ക് എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്, അക്ബറും അസ്ഗറും ഉണ്ട്. അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലോ അള്ളാഹുവിന് പകരം ഇലാഹിനോ വെക്കലാണ്. അസ്ഗർ എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കലാണ്. പക്ഷെ അത് കാണാനോ അവൻ കാണട്ടെ എന്ന നിലക്കോ എല്ലാമാണ്. പക്ഷെ അവൻ നരകത്തിൽ അവൻ ശാശ്വതമാവുകയില്ല. അപ്പോ ഷിർക്ക് പോലെയുള്ള ഈ അള്ളാഹുവിന്റെ റുബൂബിയത്ത് പോലെയുള്ള വിശേഷങ്ങൾ തനിക്കുണ്ട് എന്നുള്ള നിലക്ക് ചെയ്യുന്ന തിന്മകളാണ് മലക്കിയത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അദ്ദുനൂബ് ശൈത്താനിയ, ശൈത്താനിയത്തായിട്ടുള്ള തിന്മകൾ. അതെന്തൊക്കെയാണ്? വമ്മ ശൈത്താനിയതു ഫതശബ്ബുഹു ബിശ്ശൈത്താൻ, ശൈത്താനോട് സാദൃശ്യപ്പെടുന്നത്. ശൈത്താന്റെ കുറെ സ്വഭാവങ്ങളുണ്ട്, അതിനോട് സാദൃശ്യപ്പെടുന്നത് എന്താണ്? ഫിൽ ഹസദ്, അസൂയ, വൽ ബഗി, ബഗി ഒരാളെ കീഴ്പ്പെടുത്തുക, വൽ ഗിശ്, ചതി, അൽ ഗിൽ, വഞ്ചന, വൽ ഖിദാ വൽ മക്ർ, വൽ അംറു ബിൽ മആസില്ല, അല്ലാഹുവിനെ ധിക്കരിക്കാൻ കൽപ്പിക്കുക, വ തഹ്സീനിഹ, അത് നന്നായി കാണിക്കുക, വ നഹി അൻ തആഅതി, അല്ലാഹുവിനെ അനുസരിക്കുന്ന വിരോധിക്കുക, വ തഹ്ജീനിഹ വൽ ഇബ്തിദാഇ ഫി ദീനിഹി, ദീനിൽ ബിദ്അത്തുകൾ കൊണ്ടുവരിക, വൽ ദഅവതി ഇലൽ ബിദ്അ വൽ ദലാൽ, ബിദ്അത്തിലേക്കും ദലാലിലേക്കും ആളുകളെ ക്ഷണിക്കുക. ഇതുപോലുള്ള തിന്മകളാണ് ശൈത്താനിയത്ത് നിറഞ്ഞ തിന്മകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇനം സബുഉയ്യ. സബുഉയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമ സ്വഭാവമുള്ള, സബ് എന്ന് സാധാരണ നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ പറയാം. അപ്പൊ അങ്ങനെ അക്രമ സ്വഭാവമുള്ളത്. വമ്മ സബുഉയ്യ ഫദുനൂബുൽ ഉദ്വാൻ, ശത്രുത, പക, അൽ ഗളബ്, കോപം, വസഫ്കി ദിമ, രക്തം ചീന്തുന്നത്, വതവസ്സുബ് അല ദുഅഫാഇ വൽ ആജിസിൻ, ദുർബലരായ ആളുകളുടെ മേലെ അധികാരം കാണിക്കുന്നത്, വയതവല്ലദു മിൻഹ അൻവാഉ അദൻ നൗഇൽ ഇൻസാനി വൽ ജുർഅതി അല ദുൽമി വൽ ഉദ്വാൻ, അത് എന്തുണ്ടാവും? പലതരത്തിലുള്ള ദുൽമു അക്രമങ്ങളൊക്കെ അതിന്റെ കീഴിൽപ്പെടും. നാലാമത്തെ ഇനം വമ്മ ദുനൂബുൽ ബഹീമിയ്യ, മൃഗതുല്യമായിട്ടുള്ള, മൃഗങ്ങളുടെ പോലെയുള്ള തിന്മകൾ. അത് ഏതൊക്കെയാണ്? വൽ ഹിർസ് അലാ ഖളാഇ ശഹ്വത്തിൽ ബത്ൻ വൽ ഫർജ്, തന്റെ വയറിന്റെയും ഗുഹ്യസ്ഥാനത്തിന്റെയും ശഹ്വത്തുകൾ പൂർത്തീകരിക്കാനുള്ള ആർത്തി, അതുപോലെയുള്ള തിന്മകൾ, ഹറാമോ ഹലാലോ നോക്കാതെ. അതിന്റെ അനന്തരഫലമായിട്ട് എന്തുണ്ടാവും? വ്യഭിചാരം ഉണ്ടാവും. വസരിഖ, കളവുണ്ടാകും. വാക്കുൽ അംവാലി യതാമ, യതീമിന്റെ സമ്പത്ത് തിന്നും. വൽ ബുഖ്ൽ, പിശുക്കുണ്ടാവും. വശുഹ്, പിശുക്ക് തീവ്രമായ രീതിയിൽ ഉണ്ടാവും. വൽ ജുബ്ൻ, ഭീരുത്വം ഉണ്ടാകും. വൽ ഹലഹ് വൽ ജസ വഗൈറദാലിക്, മറ്റു പലത്തിലും ദുർബലതയും വാശിയൊക്കെ ഉണ്ടാവും. ഹാദൽ ഖസ്മു അക്സർ ദുനൂബിൽ ഖൽഖി ലിയജ്സിഹിം അൻ ദുനൂബിസ് സബ്ഉയ്യ വൽ മലക്കിയ്യ. ഈ തിന്മ ബഹീമിയത്തായിട്ടുള്ള തിന്മകളിലാണ് ഏറ്റവും അധികം മനുഷ്യർ വീണുപോവുക. അക്രമപരമായിട്ടുള്ളതും മനുഷ്യൻ ഞാനാണ് റബ്ബ് എന്നുള്ള നിലക്കുള്ള തിന്മകളും വല്ലാതെ പോകില്ല. ഏറ്റവും മനുഷ്യരാകപ്പെടുന്നത് ബഹീമിയത്തായിട്ടുള്ള തിന്മയിലായിരിക്കും എന്നൊരു പറയാണ്. വമിൻഹും യദ്ഖുലൂന ഇലാ സാഇൽ അഖ്സാം, ഇതിലൂടെയാണ് മറ്റുള്ളതിലേക്കെല്ലാം എത്തുക. ഫഹുവ യജുറുഹും ഇലൈഹാ ബിസ്സമാം, ഒരു ചങ്ങല കെട്ടി വലിക്കുന്ന പോലെ മറ്റൊരിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഫയദ്ഖുലൂന മിൻഹു ഇല ദുനൂബിസ് സബ്ഉയ്യ, അഥവാ മൃഗതുല്യമായിട്ടുള്ള ഈ തിന്മകളിലൂടെയാണ് പിന്നീട് അക്രമപരമായിട്ടുള്ള തിന്മയിലേക്ക് പോവുക. തുമ്മ ഇലാ ശൈത്താനിയ, പിന്നെ ശൈത്താനിയത്തിലേക്ക് പോവുക. തുമ്മ ഇലാ മുനാസിഅത്തി റുബൂബിയ്യ, പിന്നീട് എന്താവും? റുബൂബിയത്തിന്റെ ആ തരത്തിലേക്ക് പോകും. വശിർകു ഫിൽ വഹ്ദാനിയ, അങ്ങനെ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥയിലെത്തും. അതായത് മൃഗതുല്യമായിട്ടുള്ള ശൈവത്തുകൾ പൂർത്തീകരിക്കാൻ അവന് നോക്കി, അതിന് ഓരോ വഴിയായിട്ട് അവൻ എന്താവും? അള്ളാഹുവിനെ നിഷേധിക്കുന്ന പങ്കു ചേർക്കുന്ന അവസ്ഥ വരും. വമൻ തഅമ്മല ഹാദാ, ആരെങ്കിലും ഇത് ശരിക്കുറ്റാലോചിച്ചാൽ, ഹഖ്ഖത്ത് തഅമ്മുൽ തബയ്യന ലഹു അന്ന ദുനൂബ ദഹ്ലീസു ശിർക്ക് വൽ കുഫ്ർ വമുനാസിഅത്തില്ലാഹി ഫി റുബൂബിയത്തി. ഒരുത്തനെ ചിന്തിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും, തിന്മകളാണ് ഒരുത്തനെ കുഫ്റിലും ശിർക്കിലും എത്തിക്കുന്നത്. റുബൂബിയത്തിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നതിൽ വരെ എത്തിക്കുന്നത് തിന്മകൾ കൊണ്ടാണ്. ഘട്ടം ഘട്ടമായിട്ട് അതിലേക്കാണ് എത്തുക എന്ന് ഒരുത്തന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇൻഷാ അല്ലാഹ് പാപങ്ങൾ കബായിർ സഗായിർ എന്ന നിലക്ക് വൻപാപങ്ങൾ ചെറുപാപങ്ങൾ അങ്ങനെ വേർതിരിച്ചതും പിന്നീട് പാപങ്ങളെ പറ്റി പറഞ്ഞ ഷിർക്ക് അതിന്റെ ഗൗരവം, പിന്നീട് കൊലപാതകം, പിന്നെ വ്യഭിചാരം, അതുമായി ബന്ധപ്പെട്ട ലിവാത്ത്, അതുപോലെ മൃഗങ്ങളുമായിട്ടുള്ളത്, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ തിന്മകൾ അപകടം ഒന്നുകൂടി വിശദീകരിച്ച് ഓരോന്നും അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് അതിന്റെ ഇനങ്ങൾ വിശദീകരിച്ച് വീണ്ടും ശഹ്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകരിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്നവർക്ക് വളരെ ഉപകരിക്കുന്ന പാഠങ്ങളാണ് ഈ കിതാബിലുള്ളത്. അള്ളാഹു നമുക്ക് നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കാനും പാപങ്ങൾ ഒഴിവാക്കാനും കൂടുതൽ നന്മയിലേക്ക് മുന്നേറാനും ഈ കിതാബ് ഈ ദർസുകളും നമുക്ക് അതിനൊരു കാരണമായി അള്ളാഹു മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.